പോകും. അപ്പോൾ യാത്ര വയനാട്ടിലേക്കുള്ള യാത്ര മുപ്പത്ത് 2 ബസ് സഞ്ചരിച്ചിട്ടുണ്ട്. റെഡിയാണ്. പ്രാർത്ഥന ഗാനാണ്. ആദ്യം കൂടെ നമ്മളൊക്കെ കൂട്ടിച്ചേർത്തിട്ടുണ്ട് കേട്ടോ. തിരുവള്ളൂര് MMO കൂട്ടായ്മയുടെ വയനാട് യാത്രയിൽ ഞങ്ങളിതാ നോളേജ് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. ഹായ് മജീദ് ഭാഷ, എന്തെങ്കിലും പറയാനുണ്ടോ? അങ്ങനെ നമ്മൾ ആദ്യമായിട്ട് നോളേജ് സിറ്റിയിൽ എത്തിയിരിക്കുകയാണ്. കുറേ കാലങ്ങളായി നോളേജ് സിറ്റിയെ കുറിച്ച് ധാരാളം കേൾക്കുന്നു. അത് വളരെ ശരിയാണെന്നിപ്പോൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ഞാനിപ്പോൾ ഈങ്ങാപ്പുഴ നോളജ് സിറ്റിയിലുള്ളത്. ഈ പള്ളിയും കാര്യങ്ങളും ഇതൊക്കെ കണ്ടോ. പള്ളിയുടെ പുറത്തുനിന്ന് ഇങ്ങനെ എടുത്താണ്. അപ്പോൾ പള്ളിയിലേക്ക് ഇങ്ങനെ പള്ളിൻ്റെ ഉള്ളിൽ നല്ല സീനറിയാണ്. നോടിയിട്ട് നല്ല പുറത്തുനിന്ന് ഇങ്ങനെ നോക്കണതിൻ്റെ. ഇത് പള്ളീൻ്റെ ഉള്ളാട്ടോ, വിശാലമായൊരു പള്ളി. നമ്മളെ സംഘ ഫറോക്ക് അപ്പേ നമ്മുടെ ക്യാപ്റ്റൻ നല്ലൊരു ഗിഫ്റ്റുമായിട്ടാണ് വരുന്നത്. സംഗതി വരുന്നത് മോശമാക്കാതെക്കാനാണ്. ഏത് സ്റ്റുഡന്റ്? മദ്രസ അതൊക്കെ നന്നായത് അങ്ങനല്ലേ. ഓക്കെ എല്ലാവർക്കും അല്ല ആ മിലിറ്ററി സിസ്റ്റത്തിൽ തന്നെ എന്നിട്ട് സുന്ദരം കെട്ടുകയില്ലെങ്കിൽ എന്നിട്ട് സുന്ദരം
എന്താ വെച്ചാൽ എൻ്റെ കൂടെ വന്ന ആൾക്കാർക്കൊക്കെ കാപ്പിപ്പൊടി കിട്ടണം. കരീമിൻ്റെ വകയായിട്ട് കരീം കുടുങ്ങി. കരീം അറിയാതിൻ്റെ അല്ല ഈ വാക്ക് മാറ്റി പറയാം. ലാസ്റ്റ് കരീം കുടുങ്ങി. ഞങ്ങൾ അന്ന് 35-36 ആളുണ്ട്. ഞങ്ങൾക്കൊക്കെ ഏകദേശം ഒരു 500 പാക്കറ്റ് ആക്കിയിട്ട് കാപ്പി ചായപ്പൊടി ഞങ്ങൾ തന്നു. കാപ്പി കുടിക്കും. ആ അപ്പൊ ഇത് പറഞ്ഞത് ഇന്നും എങ്ങനെ കിട്ടുമെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. ചിലപ്പോൾ പറഞ്ഞിട്ടല്ല നമുക്ക് ഒരാൾ ഒരു വാക്ക് കിട്ടിയാൽ ഒരു പാക്ക് ഒരു ചായപ്പൊടി കിട്ടിയല്ലേ. നല്ല ചായപ്പൊടി ആയിരിക്കും സാധനം. ആ അപ്പൊ അങ്ങനത്തെ ഒരു അനുഭവം ഞാനിപ്പോ അങ്ങനെ ഓർക്കാണ്ട് വന്നപ്പോ ഇവിടെ നല്ല സ്വീകരണം. ഒന്നും കണ്ടില്ലേ സ്വീകരണം? പട്ടഞ്ചായ തന്നെ വെള്ളം തരുന്നേ വീട്ടിൽ ഇങ്ങനെ കൊണ്ടുതരും. മാഷ് ഒക്കെ എരിച്ചു വെച്ചത് അദ്ദേഹം ഇവിടുത്തെ ഒരു മുഖ്യ എന്താ പറയാ ഒരു അറിയപ്പെട്ട ആളായിട്ടാണ് ഞാൻ കണ്ടത്. കാരണം അദ്ദേഹം ഇവിടെ മാവൂരിനടുത്ത് അരയങ്കോടായിരുന്നു. പിന്നെ അദ്ദേഹം കുടുംബവും നിങ്ങളൊക്കെ താമസിച്ചു. പിന്നെ അദ്ദേഹം അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നല്ലൊരു അടിപൊളി ഫുഡ് തന്നെയാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം നല്ല ബീഫ് ബിരിയാണി എല്ലാവർക്കും ആ ഒരു പ്ലേറ്റിലാണ് വിളമ്പി കൊടുത്തുകൊണ്ട് എല്ലാവരും വയറ് നല്ലപോലെ നിറയും. രണ്ടാമത് വാങ്ങിയില്ലെങ്കിൽ പോലും ഗംഭീരാണ്. പിന്നെ അതിനേക്കാൾ ഉഷാറാണ് കുത്തരിൻ്റെ സദ്യ എന്ന് കഴിച്ച ആളുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നിങ്ങൾ ഈ ഞങ്ങൾക്ക് വേണ്ടി ഹിദ്മത്ത് ചെയ്തതിന് സഹായ സഹകരണങ്ങൾ ചെയ്തതിന് ഞങ്ങളെ ടീമിന് വേണ്ടി ഞാൻ പ്രത്യേകം നന്ദി കടപ്പാട് അറിയിക്കുന്നു. അടുത്ത പരിപാടിക്ക് വിളിക്കേണ്ടതാണ്. ഒരു പ്രാവശ്യം എൻ്റെ വീട്ടിലുണ്ടായിരുന്നു, ഇതുപോലെ തന്നെ ആയിരുന്നു. 1 മാസമൊക്കെ വന്നിരുന്നു. ഓക്കെ, താങ്ക് യു. Bye.
ഇതേപോലെ കേട്ടോ എന്താണ് അങ്ങോട്ട് പോയിക്കണോ അല്ല അങ്ങോട്ട് പോവേ അങ്ങോട്ട് അതിൻ്റെയൊക്കെ ഒരു വീടുണ്ട് കേട്ടോ. നമ്പർ കിട്ടില്ലേ? എന്നിട്ട് എന്താണ് ഇങ്ങോട്ട് പോവാ മറിഞ്ഞ രണ്ട് മറിഞ്ഞോ ഒന്നുല്ലേ രണ്ട് പോട്ടല്ലോ നമ്പറൊക്കെ എന്നെ കാണിച്ചാൽ മതി ഓക്കെ കണ്ടോ ആ ആർക്കാണ് ഇങ്ങനെ കയറാൻ നിൽക്കണത് ഇങ്ങനെ ആർക്കാണെങ്കിൽ കയറാൻ നിൽക്കണം ഇത്ര ഇത്ര ആണോ? ഇത് 20 ഉറുപ്പ്യാണല്ലേ ആണെങ്കിൽ 5 മിനിറ്റ് എന്ന് പറഞ്ഞ് സമയമാണ് ബൈക്ക് കൊടുക്കാനേ ഏത് ബസ്സിലോ അല്ല പിന്നെ നീണ്ടാവും ഇതൊക്കെ ഉണ്ടല്ലോ
കേൾക്കുന്നു വേദ പറയുന്നു മുത്ത് റസൂലിന്റെ ചരിത്ര ചരിത്ര സലാമൊന്ന് ചൊല്ലിടണം മുത്ത് ഹബീബിന്റെ ശബ്ദത്തിൽ വന്നിട്ട് സങ്കടമെന്നി പറഞ്ഞിടണം എൻ സങ്കടമെല്ലാം പറഞ്ഞിടണം തണലായ ഹബീബേ എന്റെ ആദ്യ റസൂലേ കനിവാർന്ന തബീബേ നൂറായ ഷഫീയേ അങ്ങേ കാണാൻ ഉള്ള കണ്ണ് എന്നിലില്ല ഹബീബേ ഒന്ന് പാടാൻ ഉള്ള ഇഷ്ക് അത് മാത്രം ഹബീബേ അനുരാഗി റസൂലേ നിജമാക്കു ഷഫാ ഇതമാണ് റസൂലേ കനവായി കാണുവാൻ. ആ യോഗത്തിന് ഇവരും കൂട്ടായിട്ട് എത്തിയിട്ടുണ്ട് കരിമാഷ വീട്ടിൽ. അവർ സൈഡാക്കി പ്രസംഗം വീക്ഷിച്ചുകൊണ്ടിരിക്കും. മുടിയാക്കാന്നൊക്കെ പറഞ്ഞാണ്ടല്ലോ അന്ന് കുളിച്ച് മുടിയാക്കി പോകുമ്പോൾ മണിയാക്കി പോകുമ്പോൾ കള്ളക്കണ്ണാലെന്നെ നോക്കിയിരുന്നോനാ കള്ളക്കണ്ണാലെന്നെ നോക്കിയിരുന്നോനാ കള്ളക്കണ്ണാലെന്നെ നോക്കിയിരുന്നോനാ കള്ളക്കണ്ണാലെന്നെ നോക്കിയിരുന്നോനാ സുന്ദരം എന്നെ കെട്ടുക വേണല്ലോ സുന്ദരം എന്നെ കെട്ടുക വേണല്ലോ സുന്ദരം തന്നെ എന്നെ കെട്ടുക വേണല്ലോ സുന്ദരം തന്നെ എന്നെ കെട്ടുക വേണല്ലോ എന്നിട്ടും സുന്ദരം കെട്ടുകയില്ലെങ്കിൽ എന്നിട്ടും സുന്ദരം കെട്ടുകയില്ലെങ്കിൽ എന്നിട്ടും സുന്ദരം കെട്ടുകയില്ലെങ്കിൽ എന്നിട്ടും സുന്ദരം കെട്ടുകയില്ലെങ്കിൽ കൊടുങ്കാട്ടി തണ്ടിങ്ങൾ തൂങ്ങി മരിക്കും ഞാൻ കൊടുങ്കാട്ടി തണ്ടിങ്ങൾ തൂങ്ങി മരിക്കും ഞാൻ കൊടുന്തോട്ടി തണ്ടിങ്ങൾ തൂങ്ങി മരിക്കും ഞാൻ കൊടുന്തോട്ടി തണ്ടിങ്ങൾ തൂങ്ങി മരിക്കും ഞാൻ എന്നിട്ടും സുന്ദരൻ കെട്ടുകയില്ലെങ്കിൽ എന്നിട്ടും സുന്ദരൻ കെട്ടുകയില്ലെങ്കിൽ നെയ്യപ്പം ചുരുട്ട് വിഷമാക്കി തിന്നും ഞാൻ 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 എന്നിട്ടും സുന്ദരൻ കെട്ടുകയില്ലെങ്കിൽ എന്നിട്ടും സുന്ദരൻ കെട്ടുകയില്ലെങ്കിൽ പൂവൻ പഴം കൊണ്ട് കുത്തി മരിക്കും ഞാൻ 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 എന്നിട്ടും സുന്ദരൻ കെട്ടുകയില്ലെങ്കിൽ എന്നിട്ടും സുന്ദരൻ കെട്ടുകയില്ലെങ്കിൽ എന്നിട്ടും സുന്ദരൻ കെട്ടുകയില്ലെങ്കിൽ എന്നിട്ടും സുന്ദരൻ മൂന്നോട്ടുണ്ട് ഒന്ന് കയ്യടിക്കണേ കണ്ടില്ല MTS ഒക്കെ അവിടെ വെറുതെ ഇരിക്കുന്നുണ്ടോ കയ്യടിക്ക് എല്ലാവരും എല്ലാവരും പ്ലീസ് അങ്ങനെ അടുത്ത സമ്മാനം നൽകുന്നത് എല്ലത്തിൽ മുഹമ്മദ് ഭാഷ ശരി അവകാശം കേട്ടോ റസാഖ് അവകാശം പ്ലീസ് ഒന്നിന് റസാഖായി നാലിന് എഴുതങ്ങനായി രണ്ടിന് ഇബ്രാഹിം സാഹിബായി 5ന് ഖാൻ സാഹിബായി എഴുതുണ്ട് 5ന് ഖാൻ സാഹിബ് പിന്നെ ഇവിടെ ആരാണ് ഭാഗ്യം വന്ന ഈ 6 ആളുകളിൽ ഇതിന്റെ ഒരു നിബന്ധന ഇതിന് സമ്മാനം വാങ്ങിക്കഴിഞ്ഞാൽ പരാജയപ്പെട്ട ആളുകൾ സന്തോഷിക്കുക വീണ്ടും അവസരം വന്നേക്കാം പക്ഷെ ഇന്ന് അവസരം ഉണ്ടാവില്ല അത് അടുത്ത സംഗമത്തിൽ ഉണ്ടാവുകയുള്ളൂ
ഇനി അടുത്ത റൗണ്ടില് ഇതിന് പങ്കെടുക്കാത്ത 6 ആളുകൾക്ക് പങ്കെടുക്കാൻ അവകാശമുണ്ട്. കാരണം ഇതിലൊരു ചെറിയ പ്രശ്നം ഞാൻ കാണുന്നത് 6 പേരും ഇതിന് ജെൻസാണ്, ആധിപത്യം. അവർ കാര്യം ചെയ്യാം, അടുത്ത മത്സരം ഓൺലി ലേഡീസ്. ഓക്കെ, യെസ്. എന്താ നോക്കണ്ട, അവിടെ നോക്കണേ, ചിത്രശലഭം. ഇത് കുട്ടികളെ പാർട്ടി. കൈകുമ്പിൽ നീട്ടി ഇരക്കുവാനല്ലാതെ ഇല്ല ഇരാതെ വേറെ മാർഗം. അസ്സലാത്തു ഖൈറും മിനന്നൗം. അസ്സലാത്തു ഖൈറും മിനന്നൗം. സുബ്ഹാന്റെ മസ്ജിദിൽ സുബ്ഹി ബാങ്കുയരുമ്പോൾ സുജൂദ് ചെയ്യുവാൻ തൗഫീഖ് നൽകണമേ. സുഖങ്ങളിൽ മുഴുകുമ്പോൾ ശുക്രോതി കൂടുവാൻ തക്കവനെ തുണക്കേണമേ. തെക്കും ബാത്തിലും തിരിക്കേണമേ. സുബ്ഹാന്റെ മസ്ജിദിൽ ബൂക്കർ സാഹിബ്, ഞങ്ങൾ പൂപ്പലിയിലെ കടല വാങ്ങുകയാണ്. കാലി സാഹിബ് കടല വാങ്ങുന്നുണ്ട്. വേറൊന്നുണ്ട്, ഞാൻ പഞ്ചായത്തോട് വാങ്ങി എന്നിട്ട് ആരീഷാബ് തരുന്നേക്കാട്ടി തോന്നുന്നുണ്ട്. എത്ര രൂപ? 10 റുപ്യക്ക്. ഇത്ര തിരക്കുള്ള കൊടുത്തു. ഇത്ര തിരക്കുള്ളടുത്ത് അതെ അതെ.